ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് ഞാൻ ഇപ്പം തന്നെ ഈ അലമാരി അടക്കി പറക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് തൊട്ട് മുൻപായിട്ട് കൊടുക്കാനുള്ള എല്ലാ ഡ്രസ്സുകളും പെട്ടെന്ന് കൊടുത്ത് കാലിയാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊറിയറൊക്കെ കിട്ടാനായിട്ട് ആർക്കെങ്കിലും വൈകിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. എന്തായാലും കൊറിയർ പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന എല്ലാ ഡ്രസ്സും ഇന്ന് രാത്രി തന്നെ തീരുമാനിക്കും ആർക്കാ കൊടുക്കുന്നതെന്ന്. കാരണം നാളെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതെല്ലാം കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊറിയർ അയക്കാനുള്ളതാണ്. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഇത് എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഞാനിതൊരു ബുട്ടിക്കിൽ ഡൈ ചെയ്തെടുത്ത് മുകളിലൊക്കെ എംബ്രോയിഡറി വർക്ക് ചെയ്തതാണ്. ഈ ഓണക്കാലത്ത് ഇത് കിട്ടുന്ന ആൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ വർഷം ഓണത്തിന് വാങ്ങിയതാണ്. ഒരു 4-5 തവണയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സല്ല. ഞാനൊരു സീമാസിലാന്ന് തോന്നുന്നു, എനിക്കൊരു ഓഫറിന് ഞാൻ വാങ്ങിയതാണ്. മീറ്ററിന് വളരെ കുറച്ചുള്ളൂ. ഡ്രൈ ക്ലീൻ ചെയ്തില്ല, നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ നിങ്ങളൊരു 1-2 തവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ കളഞ്ഞോളൂ കേട്ടോ. ഇതൊരു കോട്ടൺ കുഞ്ഞ് ഗൗണാണ്. മീഷോന്ന് വാങ്ങിയതാണ്. ഞാനൊരു 2-3 തവണ ഷൂട്ടിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് ഉപയോഗിച്ചിട്ടില്ല. ഇതും ഏകദേശം ഒരുവിധം കുഴപ്പമില്ലാത്ത പുതിയതുപോലെയൊക്കെ തന്നെ ഇരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ആൻഡ് ഇത് ഒരു ബുട്ടിക്കിൽ നിന്ന് വാങ്ങിയ ഒരു ഡ്രസ്സാണ്. ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല ഭംഗിയാണ്, പക്ഷേ സംഭവം കുറച്ച് ചുരുണ്ട് കൂടിയിട്ടുണ്ട്. നിങ്ങളിത് ഉപയോഗിക്കണം എന്നാണെങ്കിൽ അതിന് തൊട്ട് മുൻപായിട്ട് ഇത് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കണം. എനിക്കിത് ഡ്രൈ ക്ലീൻ ചെയ്തൊന്നും അയക്കാനുള്ള സമയം ഇനിയില്ല. ഒരു സ്കേർട്ടും ടോപ്പുമാണ്. സ്കേർട്ടിലും വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പിലും വർക്ക് ഉണ്ട്. ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് മറന്നു പോയത് അവസാനം ഞാൻ ചുരുങ്ങിയ ഡ്രസ്സ് അയച്ചു എന്ന് പറയരുത്. ഇനി ഇതൊരു ബ്ലൂ സ്കേർട്ടാണ്. സ്കേർട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ടോപ്പ് എൻ്റെ കയ്യിലില്ല. ഇതിന് ഏത് ടോപ്പാണ് ഇട്ടിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. നശിയത്തൊന്നുമില്ല, പക്ഷെ കുറച്ച് ഗിൽട്ടൊക്കെ നമ്മുടെ കയ്യിലാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് ഞാൻ പോത്തീസ് നിന്ന് വാങ്ങിയതാണ്. പണ്ട് വാങ്ങിയതാണ്. എനിക്ക് കോർപ്പറേറ്റ് ഇവൻസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെഡ്ഡിങ്ങിനും കോർപ്പറേറ്റ് ഇവൻസിനൊക്കെ ഞാനത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കോളർ വരുന്ന പോലെയുള്ളൊരു മെറ്റീരിയലാണ്. ഇതും ഡ്രൈ ക്ലീനൊക്കെ തന്നെ ഞാൻ ചെയ്യാറ്. ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വാഷ് ചെയ്തൊക്കെ നോക്ക്, എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാലോ. കുറച്ച് തവണ ഉപയോഗിച്ചിട്ട് മാറ്റിക്കോളൂ കേട്ടോ. ഇതൊക്കെ പിന്നെ ഒരിക്കലും നശിക്കാത്ത ഒരു പ്ലെയിൻ ഗ്രീനാണ്. മെറ്റീരിയലിന് കുറച്ച് തിളക്കം ഉണ്ടെന്നുള്ളൂ. ഞാൻ ആകെ 1 വട്ടം 2 വട്ടം ഒന്നും ഇട്ടതായിട്ട് ഞാൻ ഓർക്കുന്നു പോലും. കാരണം പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാതാണ് എനിക്കത് പിന്നെ ഇടാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഇത് എൻ്റെ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഷ്രഗായിരുന്നു. ഒരു ഫുൾ ഷ്രഗാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള ഇന്നർ നിങ്ങൾ ചിലപ്പോൾ വേറെ വാങ്ങിക്കേണ്ടി വരും. ഷ്രഗ് മാത്രമാണ് ഇപ്പോൾ അലമാരി ഒതുക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്. ഒരു കോട്ട് പോലെ ഇങ്ങനെ ഇടാം. എന്നിട്ട് ഉള്ളിൽ ചെറിയ മെറ്റീരിയൽ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് തയ്ച്ചാൽ മതിയാവും. പിന്നെ ഈ കാണിക്കുന്നത് ഒരു പഴയ മോഡലിൽ വരുന്ന, അതായത് ഒരു സിമ്പിൾ ഗ്രീൻ ടോപ്പ്, അതായത് മീറ്ററിന് ഒരു 300 രൂപയൊക്കെ ഉണ്ടാകുമായിരിക്കും, അത്രേ വരുള്ളൂ. ഇത് പിന്നെ ഒരു മെറ്റീരിയലാണ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാരണം ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതും ഒരാൾക്ക് അയക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കയ്യിൽ ചെറിയ ഗോൾഡൻ വേവിങ്സ് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഗ്രീൻ ടോപ്പാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം ഇതിൻ്റെ കൂടെ 2-3 കളർ ചേഞ്ചുകൾ വാങ്ങിയിരുന്നു. അതൊക്കെ ഞാൻ ഇട്ടു. അപ്പോൾ പിന്നെ ഇത് അങ്ങനെ തന്നെ അയക്കുകയാണ്. കുറേ നാൾ എൻ്റെ അലമാരിയിൽ ഇരുന്നതിൻ്റെ ഒരു ചുളുക്കാണ് കേട്ടോ. ഇതൊരു കോട്ടൺ അനാർക്കലി പോലത്തേക്ക്, പാൻറ് ഒന്നുമില്ല, അനാർക്കലി പോലെ. ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. 1200 രൂപ എന്തോ ആണ് ആയത്. ഞാനൊരു 3-4 തവണ ഇട്ടിട്ടുണ്ട്. ഒരു സാധാ ഡെയിലി വെയർ പോലെയോ അല്ലെങ്കിൽ ചെറിയ കടയിൽ പോകാനോ അങ്ങനെയൊക്കെ ഇടാം. ഇത് വലിയ സംഭവമായിട്ടുള്ള പാർട്ടി വെയർ ഡ്രസ്സൊന്നുമല്ല, പക്ഷെ കോട്ടൺ ആണ്, ഇടാൻ നല്ല സുഖമാണ്. എനിക്ക് ഇച്ചിരി ഹൈറ്റ് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡ്രസ്സ് ഒഴിവാക്കണത്. ഇത് കിട്ടുന്നവർക്കും നല്ലത് തന്നെയായിരിക്കും. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരു സാരി വെട്ടി ഞാൻ ചുരിദാർ അടിച്ചാണ്. അതിൻ്റെ ഷോള് കാണാനില്ലല്ലോ. ഷോളും പാൻറ്റും ഒക്കെ ആയിട്ട് തന്നെ അയക്കാം കേട്ടോ. അപ്പോൾ ടോപ്പിൽ വലിയ കാര്യമായിട്ടുള്ള വർക്കൊന്നുമില്ല, സ്ലീവിൽ മാത്രമേ ഉള്ളൂ. സാരി വെട്ടി തയ്ച്ചാണ്. പാൻറ്റിൻ്റെ തുണിയൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് എടുത്താണ് തയ്ച്ചത്. പക്ഷേ നല്ല മാച്ചിങ് ആണ്. പിന്നെ എൻ്റെ മെഷർമെൻറ്റിലുള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതിൻ്റെ ഷോള ഞാൻ പിന്നെയും നോക്കണേ. ഇത് ഭയങ്കര നല്ലൊരു ഡ്രസ്സാണ്. മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഒരു ഫുൾ യെല്ലോ ഗൗണാണ് വരുന്നത്. ഇതും ഒരു 3-4 തവണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കിട്ടുന്നവർക്ക് ഈ സാധനം നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാം കേട്ടോ. ഡ്രൈ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കൈയിൽ വെച്ച് കഴുകി നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം മടക്കി പറക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം എനിക്ക് ആ ചുരിദാറിൻ്റെ ഷോള് ചിലപ്പോൾ ഒന്നും കൂടെ തപ്പിയാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നോക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എല്ലാ ഡ്രസ്സും നമ്മൾ ഇന്ന് തന്നെ തീരുമാനിക്കും ഇതായിരിക്കാം കൊടുക്കുന്നതെന്ന്. കൂടുതൽ വെക്കാനുള്ള സമയമില്ല. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. നല്ല കമൻറ്റ് അയക്കാൻ ശ്രദ്ധിക്കുക. ഫോളോ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് പോലും ഞാൻ ഇതിന്ന് ഡ്രസ്സ് അയക്കില്ല. കാരണം അത് എൻ്റെ ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ അതെനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കും കൂടെ ഒരു സന്തോഷം കിട്ടേണ്ട. ഇത്രയൊക്കെ ഞാൻ പൈസയൊക്കെ മുടക്കി അയക്കുന്നതല്ല. അപ്പം അങ്ങനെ എല്ലാം മടക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ആ ഷോൾ എനിക്ക് കിട്ടി കേട്ടോ. ആ ചുരിദാറിൻ്റെ ഷോളിലാണ് ഏറ്റവും ഭംഗിയുള്ളത്. ഈ ഷോൾ ഇല്ലെങ്കിൽ ഇത് കിട്ടുന്ന ആൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒറ്റ സ്ട്രെസ്സിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ചുമ വരുന്നു. പിന്നെ ഇതൊരു സ്കേർട്ടാണ്.
അങ്കമാലിയിലുള്ള ഒരു ബുട്ടിക്ക്, ഗ്രേസ് ബുട്ടിക്ക് എന്നാന്ന് തോന്നുന്നു, മെറ്റീരിയൽ വാങ്ങി ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പം ഞാൻ എടുത്തപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിരുന്നു, അപ്പോൾ കുറച്ച് പിന്നൊക്കെ കുത്തി വെച്ചൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഇതും ഓണ കളക്ഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല പോലെ അയൺ ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കണം. ഇനി ഞാനിതൊരു ഹാഫ് സാരിക്ക് വേണ്ടിയിട്ട് സൂര്യ ടിവിയുടെ ഒരു ഷൂട്ടിന് വേണ്ടി വാങ്ങിയതായിരുന്നു. ഒരു 2 വട്ടം ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. ഇത് പിന്നെ ഇഹ ഡിസൈൻസിന് ഞാൻ വാങ്ങിയതാണ്. ഒരു 1200 രൂപയൊക്കെ വരുന്നുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ പോലൊരു കളറാണ്. നശിക്കത്തൊന്നുമില്ല, അതിൻ്റെ വർക്കൊന്നും ഇളകി പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ. ഒരുപാട് ഡ്രസ്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ ഡ്രസ്സും എങ്ങനെ ഉപയോഗിക്കണം എന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.